Hi, hello, welcome to Master Key Academy. It's me Vishnu Ashok. അപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മളുടെ HSST കൊമേഴ്സിലെ മൊഡ്യൂൾ 5 ആണ്. നമുക്കറിയാം അല്ലേ, HSST കൊമേഴ്സ് എന്ന് പറയുന്നത് അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാം ഒന്നുമല്ല. നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മാത്രം നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് HSST കൊമേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം ഈ ഒരു എക്സാമിന് വേണ്ടി. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്, പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ അകത്ത് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത് കോസ്റ്റിംഗ് എന്താണ് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്. കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. കുറച്ചധികം റൂളുകളും പ്രൊസീജിയറുകളും ഒക്കെ ചേർന്ന ഒന്നാണ്, ടെക്നിക്കുകളും ഒക്കെ ചേർന്ന ഒന്നാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ട് നമുക്കറിയാം, മെറ്റീരിയൽ ആയിക്കോട്ടെ, ലേബർ ആയിക്കോട്ടെ, ഓവർഹെഡ് ആയിക്കോട്ടെ, ഇതിലെല്ലാം ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ മെഷർ ചെയ്യുന്ന സമയത്ത് കോസ്റ്റ് വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ്. അപ്പോൾ കോസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് അസർട്ടൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സുകളുണ്ട് അല്ലേ, ടെക്നിക്സുകളുണ്ട്, ടൂളുകളുണ്ട്, മെത്തേഡുകളുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന എന്താണ് റൂൾസുകളെയും റെഗുലേഷനുകളെയും ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. കോസ്റ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടെക്നിക്സ് ആൻഡ് പ്രൊസീജിയർ ഫോർ അസർട്ടൈനിങ് കോസ്റ്റ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്കുകളെയും പ്രൊസീജിയറുകളെയും പ്രോസസ്സുകളെയും ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കണം. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നമ്മളുടെ മുന്നിലുണ്ട്, നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തോണം, ഓരോ സ്റ്റേറ്റ്മെന്റും നമുക്ക് പ്രാധാന്യമുള്ളതാണ്. ഇവിടെ നോക്കിയേ, ദ ടെക്നിക്സ് ഇൻ കോസ്റ്റിംഗ് കൺസിസ്റ്റിംഗ് ഓഫ് ദ ബോഡി ഓഫ് principles, rules, body of principles, rules and ascertaining the cost of products and services. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ് ദ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. കോസ്റ്റിങ്ങിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റിംഗ് ഓഫ് ബോഡി ഓഫ് പ്രിൻസിപ്പിൾസ്, ഒരുപാട് പ്രിൻസിപ്പിൾസുകളും ഒരുപാട് റൂൾസുകളും ഒക്കെ ഉള്ളതാണ്. എന്തിനു വേണ്ടി, അസർട്ടൈൻ ദ കോസ്റ്റ്, ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രോസസ്, ഒരു സർവീസസിൻ്റെ ഒക്കെ കോസ്റ്റ് എത്രത്തോളം ഉണ്ട് എന്ന് അസർട്ടൈൻ ചെയ്യാനായിട്ട്. അപ്പോൾ കോസ്റ്റിംഗ് എന്താണെന്ന് സിമ്പിളായിട്ട് ഓർത്ത് വെക്കുക, ഒരു ടെക്നിക്സ് ആണ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുവാനായിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സുകളെയും പ്രോസസ്സുകളെയും അതിന് യൂസ് ചെയ്യുന്ന റൂൾസുകളെയും റെഗുലേഷനുകളെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മക്കളെ ക്ലിയർ ആണല്ലോ, ക്ലിയർ ആക്കി മനസ്സിലാക്കി വെച്ചോണേ. അടുത്തത് നോക്കുക, എലമെന്റ്സ് ഓഫ് കോസ്റ്റ് ചോദിക്കുന്നതാണ്, മനസ്സിലാക്കി വെച്ചോണം. എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് ക്യാൻ ബി മെയിൻലി ഡിവൈഡഡ് ഇൻടു മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസ്. മെറ്റീരിയൽ, ലേബർ ആൻഡ് ഓവർഹെഡ് എന്നൊക്കെ പറയാറുണ്ട്, മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക, എന്താണ് നമ്മളുടെ എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. ദ എലമെന്റ്സ് ഓഫ് കോസ്റ്റ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻടു 3. ഏതൊക്കെയാണ്, മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. നമുക്ക് നോക്കാം. ഈ ഒരു ഗ്രാഫിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാകും എന്താണ്, 3 മെറ്റീരിയൽ ഉണ്ട് അല്ലെ. നമുക്ക് ഏതൊക്കെയാണ്, മെറ്റീരിയൽ ഉണ്ട്, ലേബർ ഉണ്ട്, എക്സ്പെൻസ് ഉണ്ട്. എലമെന്റ്സ് ഓഫ് കോസ്റ്റ്. മെറ്റീരിയലിനെ തന്നെ ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. ലേബറിനെയും ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. എക്സ്പെൻസിനെയും ഡയറക്റ്റ് എന്നും ഇൻഡയറക്റ്റ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. മക്കളെ, ഇനി എല്ലാ ഇൻഡയറക്റ്റുകളും, അതായത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇൻഡയറക്റ്റ് ലേബർ ആയിക്കോട്ടെ, ഇൻഡയറക്റ്റ് ഓവർഹെഡ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ആയിക്കോട്ടെ, അവയെല്ലാം എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, അവയ്ക്കെല്ലാം എന്തുണ്ട്, പ്രൊഡക്ഷൻ ഓവർഹെഡുകളുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡുകളുണ്ട്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡുകളുണ്ട്. ഓക്കെ ആണല്ലോ, ഓർത്ത് വെക്കുക. ഇതെല്ലാം ഏതിൻ്റെ അകത്താണ് വരുന്നത്, ഇൻഡയറക്റ്റിലാണ് വരുന്നത്. നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുവേ. ഏതൊക്കെയാണ് പ്രൊഡക്ഷൻ ഓവർഹെഡിൻ്റെ അകത്ത് വരുന്നത്, ഏതൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിൻ്റെ അകത്ത് വരുന്നത്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് അല്ലേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ എന്നാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ്. കുറേ അധികം ഓവർഹെഡുകൾ തന്നിട്ട് അതിൽ ഏതൊക്കെയാണ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഓരോന്നിനകത്തും വരുന്ന ഓവർഹെഡുകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. അത് പഠിക്കാനായിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. എന്താണ്, നമ്മളുടെ ഡിഗ്രിയിലെ എന്തെടുക്കുക, കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്സ്റ്റിൻ്റെ അകത്തെ കോസ്റ്റ് ഷീറ്റ്
കോസ്റ്റ് ഷീറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ട് ഓരോ ഓവർ ഹെഡുകളെ പറ്റി നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. എലമെന്റ്സ് ഓഫ് കോസ്റ്റ് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പോവാണ്. എലമെന്റ്സ് ഓഫ് കോസ്റ്റിലെ ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ. ഓക്കെ ആണല്ലോ. ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണ് മക്കളെ? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഡയറക്ട്ലി അതിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലുകളെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു തുണിയാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു ചുരിദാറാണ് നമ്മളുടെ മെറ്റീരിയൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് എങ്കിൽ അതിൽ യൂസ് ചെയ്യുന്ന തുണി, അതിൽ യൂസ് ചെയ്യുന്ന കോട്ടൺ ആണ് അതിൽ എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഉദാഹരണം ഇവിടെ നോക്കുക, ഡയറക്റ്റ് മെറ്റീരിയൽ എന്താണെന്ന് നോക്കുക. Direct material are those material which can be identified the product and can be conveniently measured and directly charged to the product. ആ പ്രൊഡക്റ്റിലേക്ക് ഡയറക്ട്ലി ചാർജ് ചെയ്യുന്ന ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ പ്രൊഡക്റ്റിലേക്ക് ഡയറക്ട്ലി ചാർജ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലുകളാണ് ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്താണ് ക്ലോത്ത് ഇൻ ഡ്രസ് മേക്കിംഗ് അല്ലേ, ഡ്രസ് മേക്ക് ചെയ്യുന്ന സമയത്ത് അതിലെ ക്ലോത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയറക്റ്റ് മെറ്റീരിയൽ ആണ്. ഒന്നുമില്ല, ഒരു പർട്ടിക്കുലർ അതിലുണ്ടാകുന്ന ആ ഒരു കോസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ആ പ്രൊഡക്റ്റിലേക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അത്തരത്തിലുള്ളതിനെയാണ് ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിക്കോണമേ. ഇനി അടുത്തത് നോക്കിയേ, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. എന്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ മെറ്റീരിയൽ ദാറ്റ് ദ കോസ്റ്റ് വിച്ച് കനോട്ട് ബി ഡയറക്ട്ലി ആട്രിബ്യൂട്ടഡ് ടു എ പർട്ടിക്കുലർ കോസ്റ്റ് ഒബ്ജക്റ്റ് ആർ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ. അതായത് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ആ ഒരു പ്രൊഡക്റ്റിലേക്ക് ഡയറക്ട്ലി എന്ത് ചെയ്യാൻ പറ്റില്ല? കൺവേർട്ട് ചെയ്യാനായിട്ട്, ഡയറക്ട്ലി ആട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ദ കോസ്റ്റ് ഓഫ് വിച്ച് കനോട്ട് ബി ഡയറക്ട്ലി ആട്രിബ്യൂട്ടഡ്. നമുക്ക് കനോട്ട് ബി, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഒരു പർട്ടിക്കുലർ കോസ്റ്റ് ഒബ്ജക്റ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ലാത്ത തരത്തിലുള്ള മെറ്റീരിയൽ കോസ്റ്റ് ആണ് ഏതെന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോർ യൂസ്ഡ് ഫോർ മെയിൻ്റനൻസ് ഓഫ് മെഷീനറി. അതുപോലെ തന്നെ ഈ സ്റ്റോറുകൾ യൂസ് ചെയ്യുകയാണ് മെയിൻ്റനൻസിന് വേണ്ടി, മെഷീനറീസിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി, ബിൽഡിങ്ങിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി. അതുപോലെ തന്നെ ലൂബ്രിക്കൻസ്, അതുപോലെ കോട്ടൺ വേസ്റ്റ്, ഇതൊക്കെ എന്താണ്? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റ് ആണ്. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റ് ആണ്. ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തതാണ് ഡയറക്റ്റ് ലേബർ. ഡയറക്റ്റ് ലേബർ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്ന ഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു ജോബ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത്, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, ഒരു ജോബ് ഫുൾഫിൽ ചെയ്യുന്ന സമയത്ത്, ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യാണ്? ഡയറക്റ്റ്ലി അതിലേക്ക് എൻഗേജ് ചെയ്ത് നിൽക്കുന്ന ലേബേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്ഷൻ നടത്താനായിട്ട് ആ പ്രൊഡക്ഷനിലേക്ക് ഡയറക്റ്റ്ലി ഇവരുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ലേബേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, ഇറ്റ് ഈസ് ദാറ്റ് എ ലേബർ വിച്ച് ക്യാൻ ബി കൺവീനിയൻ്റ്ലി ഐഡന്റിഫൈഡ് ഓർ attributed wholly a particular job, product or process or expended in converting the raw materials into finished goods. Raw material convert ചെയ്ത് finished goods ആക്കുന്ന ആ ഒരു പ്രോസസ്സിൽ അല്ലെ ആ ഒരു ജോബിൽ ആ ഒരു പ്രൊഡക്റ്റ് കൺവേർഷനിലൊക്കെ ഡയറക്ട്ലി എൻഗേജ് ചെയ്തിട്ടുള്ള ലേബേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് ലേബേഴ്സിന് കിട്ടുന്നത്. ഇവർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷനെയൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് വേജസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, ലേബർ എൻഗേജ്ഡ് ഇൻ ദ ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ആക്ച്വൽ പ്രൊഡക്ഷൻ്റെ അകത്ത് എൻഗേജ് ചെയ്തിട്ടുള്ള ലേബേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? ഡയറക്റ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത്. മക്കളെ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണേ, നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അടുത്തതാണ് ഇൻഡയറക്റ്റ് ലേബർ. ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താണ്? എമൗണ്ട് പെയ്ഡ് ലേബർ which are employed other than the production consisting in എന്താണ്? ഇൻഡയറക്റ്റ് ലേബർ കോസ്റ്റ്. ഒന്നുമില്ല, എന്താണ്? പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ല, എന്നാൽ പ്രൊഡക്ഷൻ നടത്തുന്ന ലേബേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഡയറക്ട്ലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ലേബർ ആണ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ലേബർ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസർ, വാച്ച്മാൻ, അതുപോലെ തന്നെ എന്താണ് ക്ലീനിങ് സ്റ്റാഫ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നില്ല? പ്രൊഡക്ഷനുമായിട്ട് നേരിട്ട് ബന്ധമില്ല, പക്ഷെ ഇവരവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് പ്രൊഡക്ഷൻ എന്ത് ചെയ്യുന്നത്? സുഗമമായിട്ട് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ലേബേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? Indirect laborers. The amount paid the labor which are employed other than on production constitute the indirect labor cost. Example, such laborers are supervisors, maintenance workers, clerical ആയിട്ടുള്ള staffs and labor employed in the time office and security ഓഫീസിലും അതുപോലെ അക്കൗണ്ട്സിലും ക്ലറിക്കൽ ആയിട്ടുള്ള സ്റ്റാഫും മെയിൻ്റനൻസ് വർക്കേഴ്സും ഒക്കെ എന്താണ് വരുന്നത്? ഈ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ലേബേഴ്സിൽ വരുന്നതാണ്.
ഒന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസസ് ഇൻക്ലൂഡ്സ് ഓൾ ദ എക്സ്പെൻസസ് അതർ ദാൻ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ദാറ്റ് ഈസ് സ്പെഷ്യലി ഇൻക്വയർഡ് ഫോർ എ പർട്ടിക്കുലർ പ്രൊഡക്ട്സ് ഓർ പ്രോസസ്. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ഫുൾഫില്ല് ചെയ്യുന്ന സമയത്ത് എന്താണ് അതർ ദാൻ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും അല്ലാതെ ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസുകളെയും എന്തെന്ന് പറയാം? ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഉദാഹരണം പറഞ്ഞ ഡയറക്റ്റ് എക്സ്പെൻസിന് ഉദാഹരണമാണ് എക്സൈസ് ഡ്യൂട്ടി, റോയൽറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെയുള്ളതൊക്കെയാണ് നമുക്കറിയാം. ഈ ഒന്ന് ചുമ്മാ ചോദിക്കുകയാണ്, ഈ ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ എവിടെയാണ് എഴുതുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. ഓർത്ത് വെച്ചാണ് കേട്ടോ, അതൊക്കെ നമ്മൾ ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെൻസുകളൊക്കെയാണ് ഇതിൽ വരണതെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി അടുത്തതാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അഥവാ ഓവർ ഹെഡ്സ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസ് അഥവാ ഓവർ ഹെഡ്. ഓവർ ഹെഡ് മേ ബി ഡിഫൈൻഡ് ആസ് ദ അഗ്രിഗേറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് അതർ എക്സ്പെൻസ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഇൻഡയറക്റ്റ് മെറ്റീരിയലിന്റെയും ഇൻഡയറക്റ്റ് ലേബറിന്റെയും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസിന്റെ ഒക്കെ സം ടോട്ടൽ ആണ് എന്തെന്ന് പറയുന്നത്? ഓവർ ഹെഡ്സ് എന്ന് പറയുന്നത്. ഇൻക്ലൂഡിംഗ് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഇൻക്ലൂഡഡ് ആകുന്നുണ്ട്? ഇൻക്ലൂഡിംഗ് ദ സർവീസസ് കനോട്ട് ബി കൺവേർട്ട്ലി ചാർജ് ഇൻ ഡയറക്ട്ലി ചാർജ് ചെയ്യാത്ത ഒരു പർട്ടിക്കുലർ കോസ്റ്റ് യൂണിറ്റിലേക്ക് ഡയറക്ട്ലി ചാർജ് ചെയ്യാത്ത എല്ലാ തരത്തിലുള്ള കോസ്റ്റുകളും ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആകുന്നുണ്ട്, ഈ ഓവർ ഹെഡ്സിന്റെ അകത്ത് വരുന്നുണ്ട്. ദ ഓവർ ഹെഡ്സ് ആർ ദ എക്സ്പെൻസസ് അതർ ദാൻ ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് അല്ലാതെ ഉണ്ടാകുന്ന എല്ലാ എക്സ്പെൻസുകളെയും എന്തെന്നാണ് പറയുന്നത്? ഓവർ ഹെഡ്സ് എന്നാണ് പറയുന്നത്. ഓർത്ത് വെക്കുക കേട്ടോ മക്കളെ. ഇനി നമ്മൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് കടക്കുകയാണ്, മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്? മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ യൂണിറ്റിനുണ്ടാകുന്ന കോസ്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ 100 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു, 101ാമത് ഒരു യൂണിറ്റും കൂടി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് എങ്കിൽ ആ യൂണിറ്റിന് എത്രത്തോളം കോസ്റ്റ് ആയോ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റും കൂടി പ്രൊഡ്യൂസ് ചെയ്താൽ അതിനുണ്ടാകുന്ന കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? മാർജിനൽ കോസ്റ്റ് ഈസ് ദ അഗ്രിഗേറ്റ്സ് ഓഫ് ദ വേരിയബിൾ കോസ്റ്റ്, ദ പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർ ഹെഡ്. അല്ലെ, പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർ ഹെഡിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. Marginal costing is a system is based on the system of the classification of cost into fixed and variable. Marginal costing system അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? Marginal costing system is based on the system of classification of cost. Classification of cost എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തെ ബേസ് ചെയ്ത് വന്നേക്കുന്ന ഒരു കോസ്റ്റ് ആണ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇതെന്താണ്? ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും കോസ്റ്റിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും കോസ്റ്റിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതില് മാർജിനൽ കോസ്റ്റിംഗിന് ഒരു കാര്യം കൂടി മക്കളെ ശ്രദ്ധിച്ചോണം. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അല്ല. എന്തല്ല? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്തല്ല? ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അല്ല, ഇതൊരു കോസ്റ്റ് ടെക്നിക്സ് ആണ്. എന്താണ്? കോസ്റ്റ് ടെക്നിക്സ് ആണ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അല്ല, ഒരു കോസ്റ്റ് ടെക്നിക്സ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. ഇനി എന്താണ്? ദ ഫിക്സഡ് കോസ്റ്റ് ആർ എക്സ്ക്ലൂഡഡ് ആൻഡ് ഓൺലി ദ മാർജിനൽ കോസ്റ്റ് അഥവാ ദ വേരിയബിൾ കോസ്റ്റ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ഫോർ ഡിറ്റർമിനിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ്, ദ ഇൻവെന്ററി, വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് കംപ്ലീറ്റഡ് പ്രൊഡക്ട്സ്. ഈ പോയിന്റ് ഒന്ന് നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഓർത്ത് വെക്കുക, ഈ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അകത്ത് ഫിക്സഡ് കോസ്റ്റിനെ അവർ എന്ത് ചെയ്യുകയാണ്? എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്. മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അകത്ത് ഫിക്സഡ് കോസ്റ്റിനെ അവർ എന്ത് ചെയ്യാണ്? എക്സ്ക്ലൂഡ് ചെയ്യുകയാണ്. ഒൺലി ദ വേരിയബിൾ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ ഒൺലി വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ഡിറ്റർമിനിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ്. ഒരു പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് അവർ എന്തിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്? വേരിയബിൾ കോസ്റ്റിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഏതിൻ്റെ അകത്ത്? മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്സിന്റെ അകത്ത്. കൃത്യമായി മനസ്സിലാക്കി വെച്ചോണേ മക്കളെ. എന്താ പറഞ്ഞിരിക്കുന്നത്? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ് ഇൻറ്റു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. അതുപോലെ തന്നെ എന്താണ്? മാർജിനൽ കോസ്റ്റിംഗിന്റെ അകത്ത് ഫിക്സഡ് കോസ്റ്റ് എക്സ്ക്ലൂഡഡ് ആണ്. ഒൺലി ദ വേരിയബിൾ കോസ്റ്റ് ആർ ടേക്കൺ ഇൻറ്റു ദ കൺസിഡറേഷൻ ഫോർ ഡിറ്റർമിനിങ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ്. ഓക്കെ ആണല്ലോ മക്കളെ? കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് ഫീച്ചേഴ്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗിന്റെ ഫീച്ചേഴ്സ്.
all the costs are classified into fixed and variable cost. എല്ലാ കോസ്റ്റുകളെയും എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? ഫിക്സഡ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓർത്ത് വെക്കുക, മാർജിനൽ കോസ്റ്റിംഗിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്? താഴെ തന്നിരിക്കുന്നതിൽ മാർജിനൽ കോസ്റ്റിംഗിന്റെ ഫീച്ചർ അല്ലാത്തത് ഏത്? ക്വസ്റ്റ്യൻ വരാം. താഴെ തന്നിരിക്കുന്ന മാർജിനൽ കോസ്റ്റിംഗിന്റെ ഫീച്ചർ അല്ലാത്തത് ഏത്? അങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? പിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റണം. അപ്പോൾ ഇവിടെ നോക്കുക, ഓൾ ദ കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് into fixed and variable cost. The variable cost per unit is same at any level of activity. Fixed cost remain constant in total regardless of the change in volume. മക്കളെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോണം. ഈ മാർജിനൽ കോസ്റ്റിംഗിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞു ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, വേരിയബിൾ കോസ്റ്റും ഉണ്ട് അല്ലേ? വേരിയബിൾ കോസ്റ്റും ഉണ്ട്, ഫിക്സഡ് കോസ്റ്റും ഉണ്ട്, വേരിയബിൾ കോസ്റ്റും ഉണ്ട്. ഫിക്സഡ് കോസ്റ്റിന്റെ പെർ യൂണിറ്റ് വാല്യൂ ഉണ്ടല്ലോ, പെർ യൂണിറ്റ് വാല്യൂ, ഫിക്സഡ് കോസ്റ്റിന്റെ പെർ യൂണിറ്റ് വാല്യൂ എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഓർത്ത് വെക്കുക, ഫിക്സഡ് കോസ്റ്റിന്റെ പെർ യൂണിറ്റ് വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ടോട്ടൽ വാല്യൂ എങ്ങനെയായിരിക്കും? ഫിക്സഡ് ആയിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഓർത്ത് വെക്കുക, ഫിക്സഡ് കോസ്റ്റിന്റെ പെർ യൂണിറ്റ് വാല്യൂ എന്ത് ചെയ്യും? പെർ യൂണിറ്റ് വാല്യൂ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ടോട്ടൽ വാല്യൂ എങ്ങനെയായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. നമ്മൾ മാർജിനൽ കോസ്റ്റിംഗിൻ്റെ അകത്ത് ഫിക്സഡ് കോസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും. അതിലെ ഫിക്സഡ് കോസ്റ്റിന്റെ പെർ യൂണിറ്റ് വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വേരി ചെയ്തുകൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഫിക്സഡ് കോസ്റ്റിന്റെ പെർ യൂണിറ്റ് വാല്യൂ. ടോട്ടൽ വാല്യൂ എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ലെവൽ ഓഫ് ആക്ടിവിറ്റി മാറുന്നതനുസരിച്ച് അല്ലെ ലെവൽ ഓഫ് സെയിൽസ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് മാറുന്നതനുസരിച്ച് ഒന്നും എന്ത് ചെയ്യത്തില്ല? ചേഞ്ച് ചെയ്യത്തില്ല. റിസൾട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചൊന്നും ടോട്ടൽ വാല്യൂവിൻ്റെ അകത്ത്, ഫിക്സഡ് കോസ്റ്റിൻ്റെ ടോട്ടൽ വാല്യൂവിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്യത്തില്ല. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. പെർ യൂണിറ്റ് വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യും. ഇതിന്റെ നേരെ ഉൾട്ട ഓർത്താൽ മതി. ഏതിന്റെ കാര്യത്തിൽ? നമ്മളുടെ വേരിയബിൾ കോസ്റ്റിന്റെ കാര്യത്തിൽ. വേരിയബിൾ കോസ്റ്റിന്റെ പെർ യൂണിറ്റ് വാല്യൂ എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? പെർ യൂണിറ്റ് വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. എന്നാൽ എന്താണ്? ടോട്ടൽ വാല്യൂ എങ്ങനെയായിരിക്കും? ചേഞ്ച് ചെയ്യും അല്ലെ? ടോട്ടൽ വാല്യൂ ചേഞ്ച് ചെയ്യും. വേരിയബിൾ കോസ്റ്റിന്റെ പെർ യൂണിറ്റ് വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, ടോട്ടൽ വാല്യൂ ചേഞ്ച് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് സെയിം. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് സെയിം അറ്റ് എനി ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഏത് ലെവൽ ഓഫ് ആക്ടിവിറ്റി ആണെങ്കിലും എന്ത് ചെയ്യാണ്? വേരിയബിൾ കോസ്റ്റിന്റെ പെർ യൂണിറ്റ് വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ടോട്ടൽ വാല്യൂ എന്ത് ചെയ്തിരിക്കും? ലെവൽ ഓഫ് ആക്ടിവിറ്റീസ് മാറുന്നതനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മക്കളെ അത് കൃത്യമായി മനസ്സിലാക്കണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. വേരിയബിൾ കോസ്റ്റിന്റെ പെർ യൂണിറ്റ് വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്താലും അതിന് മാറ്റം വരത്തില്ല. വേരിയബിൾ കോസ്റ്റിന്റെ ടോട്ടൽ വാല്യൂ ലെവൽ ഓഫ് ആക്ടിവിറ്റി മാറുന്നതനുസരിച്ച് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി ഫിക്സഡ് കോസ്റ്റിന്റെ കാര്യത്തിൽ ഫിക്സഡ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റന്റ് ഇൻ ടോട്ടൽ. ഫിക്സഡ് കോസ്റ്റിന്റെ ടോട്ടൽ വാല്യൂ എപ്പോഴും എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പെർ യൂണിറ്റ് വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഫിക്സഡ് കോസ്റ്റിന്റെ പെർ യൂണിറ്റ് വാല്യൂ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ടോട്ടൽ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. മക്കൾ അത് കൃത്യമായി മനസ്സിലാക്കണം. ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. നമ്മളുടെ നെറ്റ് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന എക്സാമിന് സ്ഥിരമായിട്ട് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം നമുക്കും പ്രതീക്ഷിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊന്ന് എഴുതി വെച്ച് തന്നെ പഠിച്ചോണം. ഇനി അടുത്തതാണ് ഫിക്സഡ് കോസ്റ്റ് ആർ കൺസിഡേർഡ്. ഇത് മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. മാർജിനൽ കോസ്റ്റിംഗിൽ ഫിക്സഡ് കോസ്റ്റ് ആർ കൺസിഡേർഡ് പീരിയോഡിക് കോസ്റ്റ് ആൻഡ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പ്രൊഡക്റ്റ് കോസ്റ്റ്. അതായത് മാർജിനൽ കോസ്റ്റിംഗിൽ ഫിക്സഡ് കോസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നത് എന്തായിട്ടാണ്? പീരിയോഡിക് കോസ്റ്റ് അല്ലെ? പീരീഡ് കോസ്റ്റ് ആയിട്ടാണ്. മാർജിനൽ കോസ്റ്റിംഗിൽ ഫിക്സഡ് കോസ്റ്റിനെ കൺസിഡർ ചെയ്യുന്ന എന്തായിട്ടാണ്? പീരീഡ് കോസ്റ്റ് ആയിട്ടാണ്. നോട്ട് ഇൻക്ലൂഡഡ് ഇൻ പ്രൊഡക്റ്റ് കോസ്റ്റ്. പ്രൊഡക്റ്റ് കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുമോ? ഇല്ല. പീരീഡ് കോസ്റ്റ് ആയിട്ട് മാത്രമാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്നത്? ഫിക്സഡ് കോസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നത്. എന്തായിട്ട്? പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഒൺലി ദ വേരിയബിൾ കോസ്റ്റ് ആർ കൺസിഡേർഡ് പ്രൊഡക്റ്റ് കോസ്റ്റ്. പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് എന്ത് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ? വേരിയബിൾ കോസ്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ.
ഇനി അടുത്തത് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് ആർ വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഓർത്ത് വെച്ചോണം, സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് സ്റ്റോക്ക് ആർ വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലായിരിക്കും എന്ത് വാല്യൂ ചെയ്യുന്നത്? സ്റ്റോക്ക് ഇൻ വർക്കിംഗ് പ്രോഗ്രസും ഫിനിഷ്ഡ് ഗുഡ് സ്റ്റോക്കും ഒക്കെ വാല്യൂ ചെയ്യുന്ന ഏതിലായിരിക്കും? മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലായിരിക്കും വാല്യൂ ചെയ്യുന്നത്. മക്കളെ ഫീച്ചേഴ്സ് കിട്ടിയോ? ഫീച്ചേഴ്സ് നമ്മളിപ്പോൾ 3 എണ്ണമാണ് പറഞ്ഞത്. ഒന്നാമത്തെ എന്തായിരുന്നു? കോസ്റ്റിനെ ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റിന്റെ പെർ യൂണിറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യും, ടോട്ടൽ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റിന്റെ എന്താണ്? പെർ യൂണിറ്റ് വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, ടോട്ടൽ വാല്യൂ ചേഞ്ച് ചെയ്യും. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റിനെ പീരീഡ് കോസ്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. വേരിയബിൾ കോസ്റ്റിനെ മാത്രമേ പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. പിന്നെ വർക്കിംഗ് പ്രോഗ്രസും ഫിനിഷ്ഡ് സ്റ്റോക്കും ഒക്കെ വാല്യൂ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലായിരിക്കും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അടുത്തത് നോക്കുക. ഇൻ മാർജിനൽ പ്രോസസ് കോസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്രോസസ് ടു അനദർ ആർ വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ് ഒൺലി. മാർജിനൽ കോസ്റ്റ് ഒൺലി അതായത് ഓർത്ത് വെക്കുക എന്താണ് മാർജിനൽ പ്രോസസ് കോസ്റ്റിംഗിൽ പ്രൊഡക്റ്റ് ഒരു പ്രോസസ്സിൽ നിന്നും മറ്റൊരു പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കോസ്റ്റ് അല്ലെങ്കിൽ ആ പ്രോസസ് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതിലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? മാർജിനൽ കോസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ മാർജിനൽ പ്രോസസ് കോസ്റ്റിംഗ് പ്രൊഡക്റ്റ് ആർ ട്രാൻസ്ഫേർഡ് ഫ്രം വൺ പ്രോസസ് ടു അനദർ ആർ വാല്യൂഡ് അറ്റ്. ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് പ്രൊഡക്റ്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ വാല്യൂ ചെയ്യുന്നത് ഏത് കോസ്റ്റിലായിരിക്കും? മാർജിനൽ കോസ്റ്റ് അഥവാ വേരിയബിൾ കോസ്റ്റ് ഉള്ളിലായിരിക്കും. ഇനി അടുത്ത എന്താണെന്ന് നോക്കിയേ. പ്രൈസസ് ആർ ഡിറ്റർമിൻഡ് വിത്ത് ദ റെഫറൻസ് ടു മാർജിനൽ കോസ്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ മാർജിൻ. അപ്പം മാർജിനൽ കോസ്റ്റിനെ അഥവാ വേരിയബിൾ കോസ്റ്റിനെയും കോൺട്രിബ്യൂഷൻ മാർജിനെയും ബേസ് ചെയ്തായിരിക്കും എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. മക്കളെ കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കി വെച്ചോണം. പ്രൈസസ് ആർ ഡിറ്റർമിൻഡ് വിത്ത് ദ റെഫറൻസ് ടു മാർജിനൽ കോസ്റ്റ് ആൻഡ് കോൺട്രിബ്യൂഷൻ മാർജിൻ. മാർജിനൽ കോസ്റ്റിനെയും കോൺട്രിബ്യൂഷൻ മാർജിനെയും ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എന്ത് ഡിറ്റർമിൻ ചെയ്യുന്നത്? പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. മക്കളെ ക്ലിയർ ആണല്ലോ? അടുത്തതാണ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് products etc. are determined reference to their contribution margin. പ്രോഫിറ്റബിലിറ്റി ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഫിറ്റബിലിറ്റിയും ഒരു പ്രൊഡക്റ്റിന്റെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തായിരിക്കും? കോൺട്രിബ്യൂഷൻ മാർജിനെ ബേസ് ചെയ്തായിരിക്കും. നമ്മൾ കോൺട്രിബ്യൂഷൻ മാർജിൻ എന്താണെന്നൊക്കെ പഠിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഫീച്ചേഴ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തെല്ലാം ഫീച്ചേഴ്സ് പറഞ്ഞു? ഫീച്ചേഴ്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. കോസ്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും. അതിനുശേഷം നമ്മൾ എന്താണ് പറഞ്ഞത്? അതിന്റെ പെർ യൂണിറ്റ് വാല്യൂ, ഫിക്സഡ് കോസ്റ്റിന്റെ പെർ യൂണിറ്റ് വാല്യൂ ചേഞ്ച് ചെയ്യും, ടോട്ടൽ വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റിന്റെ പെർ യൂണിറ്റ് വാല്യൂ കോൺസ്റ്റന്റ് ആയിരിക്കും, ടോട്ടൽ വാല്യൂ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ഫിക്സഡ് കോസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നത് പീരീഡ് കോസ്റ്റ് ആയിട്ടാണ്. എന്താണ്? പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. വേരിയബിൾ കോസ്റ്റിനെ മാത്രമേ പ്രൊഡക്റ്റ് കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. പിന്നെ എന്താണ്? വർക്കിംഗ് പ്രോഗ്രസും ഫിനിഷ്ഡ് സ്റ്റോക്കും ഒക്കെ വാല്യൂ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്താണ്? മാർജിനൽ പ്രോസസ് കോസ്റ്റിംഗിൽ പ്രൊഡക്റ്റ് ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റൊരു പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വാല്യൂ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിൽ അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിൽ മാത്രമായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിനെയും കോൺട്രിബ്യൂഷൻ മാർജിനെയും റെഫർ ചെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞു. അതിനുശേഷം പ്രോഫിറ്റബിലിറ്റി, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെയോ പ്രൊഡക്റ്റിന്റെയോ ഒക്കെ പ്രോഫിറ്റബിലിറ്റിയെ മെഷർ ചെയ്യുന്ന ഡിറ്റർമിൻ ചെയ്യുന്ന എന്തിനെ ബേസ് ചെയ്താണ്? കോൺട്രിബ്യൂഷൻ മാർജിനെ ബേസ് ചെയ്താണെന്ന് പറഞ്ഞു. മക്കളെ പഠിച്ചല്ലോ? ഇനി അടുത്തത് നോക്കുക. ഇൻ അക്കൗണ്ടിങ് മാർജിനൽ കോസ്റ്റ് ദ ഓവർഹെഡ് കൺട്രോൾ എമൗണ്ട് ദ cost ledger represent only the variable cost. Fixed cost are taken as the expenses in the profit and loss account and those excluded from cost. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഈ മാർജിനൽ കോസ്റ്റിംഗ് അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനെ മാത്രമാണ് കോസ്റ്റ് ലെഡ്ജറിൽ എന്തിനെ മാത്രമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? only the variable overhead. വേരിയബിൾ ഓവർഹെഡിനെ മാത്രമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഫിക്സഡ് കോസ്റ്റ് ആർ ടേക്കൺ. ഫിക്സഡ് കോസ്റ്റിന് എങ്ങോട്ടാണ് പോകുന്നത്? ഇറ്റ്സ് കൺസിഡേർഡ് ആസ് ആൻ എക്സ്പെൻസ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരു എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി പ്രസന്റേഷൻ ഓഫ് ഡേറ്റ എന്താണ്? ഓറിയന്റഡ് ടു ഹൈലൈറ്റ്സ് ദ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ആൻഡ് കോൺട്രിബ്യൂഷൻ. അതായത് നമ്മൾ ഈ ഒരു ഡേറ്റാസ് പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന എന്തിനാണ്? ടോട്ടൽ കോൺട്രിബ്യൂഷനെയും അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ടു ഈച്ച് പ്രൊഡക്റ്റ്, ഓരോ പ്രൊഡക്റ്റിൽ നിന്നുമുള്ള കോൺട്രിബ്യൂഷനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് എന്താണ്? നമ്മളുടെ മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻ ആണ്.
മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. മാർജിനൽ കോസ്റ്റിംഗ് ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുവേ. ഇക്വേഷൻസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റിന് ഈക്വൽ ആണ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ ആണ്. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റും എന്താണ്? കോൺട്രിബ്യൂഷൻ ആണ്. ബിക്കോസ് സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്തിന് ഈക്വൽ ആണ്? ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റിന് ഈക്വൽ ആണ്. അപ്പോൾ ഓർത്ത് വെക്കുക, കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് എന്താണ്? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റും. വേറെയും ഇക്വേഷൻസ് ഉണ്ട് കേട്ടോ, പോകെ പറയാം. നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഞാൻ ഇക്വേഷൻസ് എല്ലാം തരാം, നിങ്ങൾ അതെല്ലാം നോട്ട് ചെയ്ത് വെച്ചോണം. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒന്നാണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽ. ഇത് ചെയ്താലും എന്ത് കിട്ടും നമുക്ക്? എന്താണ്? പ്രോഫിറ്റ് പി വി റേഷ്യോ, പ്രോഫിറ്റ് വോളിയം റേഷ്യോ, പി വി റേഷ്യോ കിട്ടും. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽ. ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽ ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? പി വി റേഷ്യോ കിട്ടും. അടുത്താണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മളൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 10,000 രൂപയായി. അതായത് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കാനായിട്ട് അതിന് കോസ്റ്റ് എത്ര രൂപയായി? 10,000 രൂപയായി. നമ്മൾ ആ സാധനം വിൽക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 10,000 രൂപയ്ക്ക് തന്നെയാണ്. അവിടെ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടായോ? ഇല്ല. എന്തെങ്കിലും രീതിയിലുള്ള ലോസ് ഉണ്ടായോ? ഇല്ല. ആ ഒരു പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. എന്താണ് ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ, അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ മൈനസ് ടോട്ടൽ കോസ്റ്റ് ഉണ്ട്. അതായത് ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ആകുകയാണ്. ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആകുന്ന പോയിന്റ്. അതാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്? നമ്മൾക്ക് കിട്ടുന്ന വരുമാനം നമ്മളുടെ കോസ്റ്റിന് ഈക്വൽ ആവുകയാണെങ്കിൽ ആ ഒരു പോയിന്റിനെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ബൈ പി വി റേഷ്യോ. അതുപോലെ തന്നെയുള്ള ഒരു ഇക്വേഷൻ ആണ് നോക്കിയത്. എന്താണ്? ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്. ബ്രേക്ക് ഇവൻ പോയിന്റ്, നമ്മൾ ബ്രേക്ക് ഇവൻ പോയിന്റ് കണ്ടുപിടിക്കും. ആ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻറ്റു സെല്ലിംഗ് പ്രൈസ്, എത്രയാണോ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് തന്നേക്കുന്നത് അത് വെച്ച് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബ്രേക്ക് ഇവൻ പോയിന്റ് കിട്ടും. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ബ്രേക്ക് ഇവൻ പോയിന്റ് കിട്ടും. ഇനി അടുത്ത ഒന്നാണ് എന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആക്ച്വൽ സെയിൽ ബ്രേക്ക് ഇവൻ സെയിലിനെക്കാളും മുകളിലാണെങ്കിൽ അവിടെ മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആക്ച്വൽ സെയിലും ബ്രേക്ക് ഇവൻ സെയിലും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ സെയിലും ബ്രേക്ക് ഇവൻ സെയിലും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽ ആണ്, അല്ലെങ്കിൽ എന്താണ്? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ ആണ്. ഇതിനെയൊക്കെയാണ്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഇത് കാണാതെ പഠിക്കണം. കൂടാതെ നമ്മൾ എക്സ്ട്രാ ആയിട്ടുള്ള ഇക്വേഷൻസും വഴിയെ പഠിക്കും കേട്ടോ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കാം അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗിന്റെ കുറച്ചധികം അസംഷൻസ് ആണ്. ഓൾ ദ കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ഫിക്സഡ് ആൻഡ് വേരിയബിൾ കമ്പോണന്റ്. എല്ലാ കോസ്റ്റുകളെയും എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയെന്ന് പറഞ്ഞാണ്? ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫിക്സഡ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റന്റ് അറ്റ് ഓൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഫിക്സഡ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റന്റ് അല്ലെ? ഫിക്സഡ് കോസ്റ്റിന്റെ ടോട്ടൽ വാല്യൂ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ലെവൽ ഓഫ് ഔട്ട്പുട്ട് മാറുന്ന അനുസരിച്ച് ചേഞ്ച് ചെയ്യത്തില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ഫിക്സഡ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റന്റ് അറ്റ് എന്താണ്? ഓൾ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. വേരിയബിൾ കോസ്റ്റ് ചേഞ്ച് ഡയറക്ട്ലി ഇൻ ദ പ്രപ്പോർഷൻ ഓഫ് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ലെവൽ ഓഫ് ഔട്ട്പുട്ട് മാറുന്ന അനുസരിച്ച് അതിനെ ഡയറക്ട്ലി ആ പ്രപ്പോർഷനിൽ തന്നെ വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് ഓർത്ത് വെച്ചോണം. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് റിമൈൻ കോൺസ്റ്റന്റ് ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ലെവൽ ഓഫ് ഔട്ട്പുട്ട് മാറിയാലും സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതൊക്കെയാണ് അസംഷൻസ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഇൻവെന്ററി ഈസ് വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ് ഓർ വേരിയബിൾ കോസ്റ്റ്. ഇൻവെന്ററി നമ്മൾ വാല്യൂ ചെയ്യുന്ന ഏതിലായിരിക്കും? മാർജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? വാല്യൂ ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്.
ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, എന്തെല്ലാം അഡ്വാൻറ്റേജസ് ആണ് മാർജിനൽ കോസ്റ്റിങ്ങിനുള്ളതെന്നാണ്. സിംപ്ലിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് അപ്ലൈ, വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനും വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, യൂസ്ഫുൾ ഇൻ മേക്കിംഗ് ദ ഷോർട്ട് ടേം ഡിസിഷൻ സച്ച് ആസ് ദ പ്രൈസിങ്. എന്തിനൊക്കെയാണ്? പ്രൈസിങ്, സെലക്ഷൻ ഓഫ് പ്രൊഡക്റ്റ് മിക്സ്, മേക്ക് ഓർ ബൈ ഡിസിഷൻ, ഇങ്ങനെയുള്ള ഡിസിഷനുകൾ ഒരുപാട്. മേക്ക് ഓർ ബൈ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഉണ്ടാക്കുകയാണോ അതോ അത് വാങ്ങിക്കുകയാണോ നല്ലത് എന്ന് തീരുമാനിക്കാനായിട്ട് നമുക്ക് ഏതിലൂടെ സാധിക്കും? ഈ മാർജിൻ ഓഫ് കോസ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ സാധിക്കും. ആ ടെക്നിക്സ് യൂസ് ചെയ്യുന്നതിലൂടെ സാധിക്കും. അതുപോലെ തന്നെ ഒരു സാധനത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നിശ്ചയിക്കാനായിട്ട്, പ്രൊഡക്റ്റ് മിക്സ് സെലക്ട് ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള ഡിസിഷനുകൾക്കൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഫോക്കസ് ഓൺ കോൺട്രിബ്യൂഷൻ ഹെൽപ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് പ്രൊഡക്ട്സ് ടുവേർഡ്സ് ദ കൺവേർട്ടിംഗ് ദ ഫിക്സഡ് കോസ്റ്റ് ജനറേറ്റിംഗ് പ്രോഫിറ്റ്. അതായത് നമുക്ക് എന്താണ് ഇവിടെ കോൺട്രിബ്യൂഷനിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഫിക്സഡ് കോസ്റ്റിനെ കൺവേർട്ട് ചെയ്ത് പ്രോഫിറ്റിലേക്ക് മാറ്റുന്ന ആ ഒരു കോൺട്രിബ്യൂഷനെ ഫോക്കസ് ചെയ്താണ് ഇത് പോകുന്നത്, മാർജിനൽ കോസ്റ്റിംഗ് പോകുന്നത്. അതും എന്താണ്? ഒരു അഡ്വാൻറ്റേജ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഡ്വാൻറ്റേജസ് ഒക്കെ മനസ്സിലാക്കി വെച്ചോണം, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കും. ഇനി ഇതിന്റെ ലിമിറ്റേഷൻസ്, 3 ലിമിറ്റേഷനുകളും പറഞ്ഞിട്ടുണ്ട്. ഇഗ്നോർ ദ ഫിക്സഡ് കോസ്റ്റ്, നമ്മൾ പറഞ്ഞു അല്ലേ, അതായത് മാർജിനൽ കോസ്റ്റിംഗിൽ ഇവർ വേരിയബിൾ കോസ്റ്റിനെയാണ് കൂടുതലായിട്ട് കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവർ എന്തിനെ ഇഗ്നോർ ചെയ്യുകയാണ്? ഫിക്സഡ് കോസ്റ്റിനെ ഇഗ്നോർ ചെയ്യുകയാണ്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണല്ലേ. ഫിക്സഡ് കോസ്റ്റിനെ ഇഗ്നോർ ചെയ്യുന്നു, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇഗ്നോർ ദ ഫിക്സഡ് കോസ്റ്റ്. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ ഫിക്സഡ് കോസ്റ്റ് ഇൻ പ്രൊഡക്റ്റ് കോസ്റ്റ്. പ്രൊഡക്റ്റ് കോസ്റ്റിൽ ഫിക്സഡ് കോസ്റ്റിനെ കൺസിഡർ ചെയ്യുന്നില്ല. വിച്ച് മേ നോട്ട് ബി അപ്രോപ്രിയേറ്റ് ഫോർ ലോങ് ടൈം ഡിസിഷൻ മേക്കിംഗ്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം ഡിസിഷൻ മേക്കിങ്ങിന് ഇത് അത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നല്ല. പിന്നെ എന്താണ്? അസംഷൻസ് ഓഫ് കോൺസ്റ്റന്റ് സെല്ലിംഗ് പ്രൈസ്. നമ്മൾ അസംഷൻസ് പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു എന്താണ്? ഒരു ഫിക്സഡ് ആയിട്ടുള്ള സെല്ലിംഗ് പ്രൈസ് ആണ്. സെല്ലിംഗ് പ്രൈസിന്റെ പെർ യൂണിറ്റ് ഫിക്സഡ് ആണെന്ന് പറഞ്ഞിരുന്നു. അതും എന്താണ്? പോസിബിൾ അല്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ദ അസംഷൻസ് ഓഫ് സെല്ലിംഗ് പ്രൈസസ് റിമൈൻ കോൺസ്റ്റന്റ് ഈസ് നോട്ട് ഓൾവേസ് റിയലിസ്റ്റിക്. എപ്പോഴും റിയലിസ്റ്റിക് ആയിരിക്കുകയില്ല ഒരു എന്താണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താണ്? ഓവർ സിംപ്ലിഫിക്കേഷൻ. ദ കോംപ്ലക്സ് സിറ്റുവേഷൻ. കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷനുകളുണ്ട് അല്ലേ, സെമി വേരിയബിൾ കോസ്റ്റും ചേഞ്ച് ഇൻ ഫിക്സഡ് കോസ്റ്റ്, അങ്ങനെയുള്ള സിറ്റുവേഷനിലൊന്നും ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. കോംപ്ലക്സ് സിറ്റുവേഷനിലൊന്നും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല. ഇത് ഓവർ ആയിട്ട് സിംപ്ലിഫൈ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ലൈക്ക് സെമി വേരിയബിൾ കോസ്റ്റ്, അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ഫിക്സഡ് കോസ്റ്റ് കനോട്ട് ബി എന്താണ് എഫക്റ്റീവ്ലി ഹാൻഡിൽ ദ മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗ് വെച്ചുകൊണ്ട് എഫക്റ്റീവ് ആയിട്ട് അതൊന്നും ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റത്തില്ല. മക്കളെ ഇത് പഠിച്ചു വെച്ചോണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ നോക്കുകയാണ് ആപ്ലിക്കേഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. ഈ മാർജിനൽ കോസ്റ്റിംഗ് എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും? അതിലാണ് ആദ്യത്തേതാണ് പ്രോഫിറ്റ് പ്ലാനിങ്. എന്താണ്? profit planning helps to determining the impact on profit change in the sales or production mix. അതായത് നമുക്കറിയാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ മിക്സ് ഏതാണെന്ന് സെലക്ട് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ എന്താണ് സെയിൽസ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് മാർജിനൽ കോസ്റ്റിംഗ്. അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയിട്ടുള്ള പ്രോഫിറ്റ് പ്ലാനിങ്ങിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മേക്ക് ഓർ ബൈ ഡിസിഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഒരു സാധനം ഉണ്ടാക്കുന്നതാണോ നല്ലത്, അതോ ആ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണോ, അതോ പുറത്തുനിന്ന് വാങ്ങുന്നതാണോ നല്ലത് എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെയുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും, ഈ മാർജിനൽ കോസ്റ്റിങ്ങിലൂടെ സാധിക്കും. അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മിക്സ് സെലക്ട് ചെയ്യാനായിട്ട് ഹെൽപ്സ് ടു സെറ്റിംഗ് ദ മോസ്റ്റ് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള, ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മിക്സ് സെലക്ട് ചെയ്യാൻ. അത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? കോൺട്രിബ്യൂഷൻ മാർജിനെ ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മിക്സ് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രൈസിംഗ് ഡിസിഷൻ അല്ലേ, എയിംസ് ടു സെറ്റിംഗ് എ പ്രൈസ് ഡ്യൂറിങ് എ സ്പെഷ്യൽ പല സർക്കംസ്റ്റാൻസസ്, അതായത് പ്രൈസ് വാർ ഒക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ, ലോ ഓഫ് ഡിമാൻഡ് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എന്താണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്രൈസ് ഡിസിഷൻ എടുക്കാനായിട്ടൊക്കെ മാർജിനൽ കോസ്റ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതർ ഫാക്ടേഴ്സ് റിമൈൻ കോൺസ്റ്റന്റ് വെൻ ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി വിൽ ബി ഇൻക്രീസസ്, ദ ഡിമാൻഡ് ഓഫ് ദ കമ്മോഡിറ്റി വിൽ ബി ഡിക്രീസസ്. ഇറ്റ് ഈസ് കോൾഡ് എന്താണ്? ലോ ഓഫ് ഡിമാൻഡ്. അതർ ഫാക്ടേഴ്സ് റിമൈൻ കോൺസ്റ്റന്റ്. അതർ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, ഇൻകം ഓഫ് ദി കൺസ്യൂമർ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ എന്താണ് ലോ ഓഫ് ഡിമാൻഡിന്റെ ആ ഒരു സിറ്റുവേഷനിൽ, ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ്, അതുപോലെ പ്രൈസ് വാർ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രൈസ് ഫിക്സ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണ്. ആ സാഹചര്യത്തിലൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഈ മാർജിനൽ കോസ്റ്റിംഗ് അപ്ലൈ ചെയ്താൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേട്ട കാര്യമാണ് എന്തെന്ന് പറയുന്നത്? കോൺട്രിബ്യൂഷൻ. എന്താണ് കോൺട്രിബ്യൂഷൻ എന്ന് നോക്കാം. Technically or costing terminology,
കോൺട്രിബ്യൂഷൻ മീൻസ് നോട്ട് ഓൺലി പ്രോഫിറ്റ് ബട്ട് ഓൾസോ ഫിക്സഡ് കോസ്റ്റ്. നോട്ട് ഓൺലി പ്രോഫിറ്റ് മാത്രമല്ല കോൺട്രിബ്യൂഷൻ, അതിൽ എന്തുകൂടി ഇൻക്ലൂഡ് ആകുന്നുണ്ട്, ഫിക്സഡ് കോസ്റ്റും കൂടി ഇൻക്ലൂഡ് ആകുന്നു. ദാറ്റ് ഈസ് വൈ ഇസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് റിക്കവേർഡ് ടുവേർഡ്സ് ദ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. അല്ലെ, ഫിക്സഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്, എത്രത്തോളം പ്രോഫിറ്റ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്നതാണ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ ക്യാൻ ബി കമ്പ്യൂട്ടഡ്. എങ്ങനെ കോൺട്രിബ്യൂഷൻ കമ്പ്യൂട്ട് ചെയ്യാം? സബ്സ്ട്രാക്ടിങ് ദ വേരിയബിൾ കോസ്റ്റ് ഫ്രം സെയിൽ. സെയിലിൽ നിന്ന് എന്ത് കുറയ്ക്കുക, വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റിനോട് കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫിക്സഡ് കോസ്റ്റിന് കൂടെ എന്ത് ആഡ് ചെയ്യും നമുക്ക് കിട്ടും? ഫിക്സഡ് കോസ്റ്റിന്റെ കൂടെ എന്താണ് നമ്മൾക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്തതാണ് ലിമിറ്റിംഗ് ഫാക്ടർ ഓർ കീ ഫാക്ടർ. ലിമിറ്റിംഗ് ഫാക്ടർ ഓർ കീ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താണ് ഒരു പർട്ടിക്കുലർ പ്രൊജക്റ്റ് നമ്മുടെ മുന്നിലേക്ക് വരികയാണ്, പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വരികയാണ്. 3 പ്രൊഡക്റ്റുകൾ അറ്റ് എ ടൈം പ്രൊഡ്യൂസ് ചെയ്യണം. നമുക്ക് അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ ഏറ്റവും നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഏറ്റവും കീ ആയിട്ടുള്ള ഏതാണ് പ്രൊഡക്റ്റ് എന്ന് നോക്കുക. അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് നോക്കുക? കോൺട്രിബ്യൂഷൻ മാർജിൻ നോക്കുക. ഏറ്റവും കോൺട്രിബ്യൂഷൻ മാർജിൻ കൂടിയിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക? പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫാക്ടർ ഓർ കീ ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ലിമിറ്റേഷൻ ഓൺ എ പർട്ടിക്കുലർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മളുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലിമിറ്റഡ് ആണ്. അതാണ് ഉദ്ദേശിക്കുന്നത് ലിമിറ്റിംഗ് ഓർ കീ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ 3 products, നമുക്ക് 3 പ്രൊഡക്ട്സ് ഹാർ ദ സെയിം റോ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് 3 പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കണം. എ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എത്രയാണ്? 1 kg. ബി റിക്വയേഴ്സ് 2 kg. സി റിക്വയേഴ്സ് 5 kg. ആൻഡ് ദ റോ മെറ്റീരിയൽസ് ഈസ് നോട്ട് അബൻഡന്റ്. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇൻ ഓർഡർ ടു അറൈവ് ദ ഡിസിഷൻ വിത്ത് ദ പ്രൊഡക്ട്സ് ഓഫ് ദി, നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇതിന്റെ കോൺട്രിബ്യൂഷൻ മാർജിൻ കണ്ടുപിടിക്കും. ഈ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഓരോന്നിന്റെയും കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കും. അതാണ് നമ്മളുടെ കീ ഫാക്ടർ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ റാങ്ക് ചെയ്യും. മക്കളെ ഒന്നുകൂടി ഓർത്ത് വെക്കുക. നമുക്ക് എന്താണ് 3 പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യണം. അതിനൊപ്പമുള്ള 3 കൂടി പ്രൊഡ്യൂസ് ചെയ്യുവാനുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ 3ന്റെയും എന്ത് കണ്ടുപിടിക്കും? കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? റാങ്ക് ചെയ്യും. റാങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് നോക്കും? ആ റാങ്ക് ചെയ്തതിന് ശേഷം ഏതാണോ കോൺട്രിബ്യൂഷൻ മാർജിൻ ഏറ്റവും ഹൈ ആയിട്ടുള്ളത് അത് നമ്മൾ എന്ത് ചെയ്യും? സെലക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫാക്ടർ ഓർ കീ ഫാക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പ്രോഫിറ്റ് വോളിയം റേഷ്യോ. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം വരുന്നതാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ദ റേഷ്യോ ഓഫ് കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് എന്തെന്നും അറിയപ്പെടുന്നുണ്ട്? കോൺട്രിബ്യൂഷൻ ടു സെയിൽസ് റേഷ്യോ എന്നും എന്തിനെ അറിയപ്പെടുന്നുണ്ട്? പി വി റേഷ്യോ അറിയപ്പെടുന്നുണ്ട്. പി വി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40% ദ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ. അതായത് ഫോർ എക്സാമ്പിൾ പി വി റേഷ്യോ ഈസ് 40%, ദെൻ ദ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ. അതായത് പി വി റേഷ്യോ 40 ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് റേഷ്യോ എത്രയായിരിക്കും? 60 ആയിരിക്കും. അപ്പോൾ ഓർത്ത് വെക്കുക, പി വി റേഷ്യോ ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. മക്കളെ ഇക്വേഷൻ ഓർത്ത് വെച്ചോണേ. കോൺട്രിബ്യൂഷൻ പി വി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. വേറെ ഉണ്ട് 2 വർഷത്തെ പ്രോഫിറ്റും 2 വർഷത്തെ സെയിലും തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ സെയിൽസ് ഇൻറ്റു 100 എന്ന് ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? പി വി റേഷ്യോ കിട്ടുവേ. ഓർത്ത് വെച്ചോണം. ഇനി അടുത്താണ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഇവൻ മീൻസ് ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ സെയിൽ ആർ ദർ ഈസ് എ നോ പ്രോഫിറ്റ് നോ ലോസ്. അതായത് നമ്മൾ സെയിൽ നടത്തി, അതായത് പ്രൊഡക്ഷൻ നടത്തി സെയിലും നടത്തി, അപ്പോൾ അവിടെ നമുക്ക് എന്ത് ഉണ്ടായില്ല? പ്രോഫിറ്റും ഉണ്ടായില്ല, ലോസും ഉണ്ടായില്ല. ആ ഒരു പോയിന്റിനെയാണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ ഓർ സെയിൽ വേർ ദ ടോട്ടൽ കോസ്റ്റ് ആർ ഈക്വൽ ടു ടോട്ടൽ റവന്യൂ. ടോട്ടൽ കോസ്റ്റ് എന്തിന് ഈക്വൽ ആകുകയാണ്? ടോട്ടൽ റവന്യൂവിന് ഈക്വൽ ആകുന്ന പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത്? ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രോഫിറ്റ്, ടോട്ടൽ റവന്യൂ, ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആകുന്ന പോയിന്റ്. ബ്രേക്ക് ഇവൻ പോയിന്റ് ദ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഇൻ അറ്റ് വിച്ച് ദ ടോട്ടൽ റവന്യൂ ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. ദ ഫിക്സഡ് ആൻഡ് വേരിയബിൾ രണ്ടും ടോട്ടൽ കോസ്റ്റ്, അതായത് ഫിക്സഡ് ആൻഡ് വേരിയബിൾ കോസ്റ്റുകൾ എന്തിന് ഈക്വൽ ആകുകയാണ്? ടോട്ടൽ റവന്യൂവിന് ഈക്വൽ ആകുന്ന പോയിന്റ് ആണ്. റിസൾട്ട് എങ്ങനെയായിരിക്കും? 0 പ്രോഫിറ്റ് ആയിരിക്കും. ഇനി ഇതിന്റെ ഫോർമുല നോക്കിയേ. ബ്രേക്ക് ഇവൻ പോയിന്റിന്റെ ഫോർമുലയാണ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ് അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. മക്കളെ പ്രോബ്ലം ചെയ്യിക്കാം, കൃത്യമായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ.
അടുത്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെയിൽ പോയിന്റ് ബിയോണ്ട് ദ ബ്രേക്ക് ഇവൻ പോയിന്റ്. അതായത് ബ്രേക്ക് ഇവൻ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സെയിൽസ് പോയിന്റുകളെയാണ് എന്തെന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ സബ്സ്ട്രാക്ടിങ് ദ ബ്രേക്ക് ഇവൻ സെയിൽ ഫ്രം ദ ടോട്ടൽ സെയിൽ. ടോട്ടൽ സെയിലിൽ നിന്ന് ബ്രേക്ക് ഇവൻ സെയിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടും. ഒന്നുകൂടി ഓർത്ത് വെച്ചോടെ മക്കളെ, ടോട്ടൽ സെയിലിൽ നിന്ന് ബ്രേക്ക് ഇവൻ സെയിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടും. ടോട്ടൽ സെയിലിൽ നിന്ന് ബ്രേക്ക് ഇവൻ സെയിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടും. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ഡിറ്റർമിനിങ് ദ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് ദി ബിസിനസ് എന്റർപ്രൈസസ്. ഇത് എന്താണ് ഈ മാർജിൻ ഓഫ് സേഫ്റ്റി എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഫിനാൻഷ്യൽ സൗണ്ട്നെസ് ഓഫ് ദി ബിസിനസ് എന്റർപ്രൈസ്. ഒരു ബിസിനസ് എന്റർപ്രൈസസിന്റെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ്സിനെ കാണിക്കുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഒരു ഓർഗനൈസേഷന്റെ ഒരു കമ്പനിയുടെ ഒരു ഒരു എന്റർപ്രൈസസിന്റെ ഒക്കെ ഫിനാൻഷ്യൽ സൗണ്ട്നെസ് കാണിക്കുന്ന ഒന്നാണ് എന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഹൈ. ഇഫ് ദ മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഹൈ then the financial position of the enterprise is sound. മാർജിൻ ഓഫ് സേഫ്റ്റി കൂടിയിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ആണെങ്കിൽ അവിടെ ആ ഒരു ഫിനാൻഷ്യൽ എന്റർപ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? വളരെയധികം സൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എന്റർപ്രൈസ് ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ ക്ലിയർ ആയല്ലോ? മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ടോട്ടൽ സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽ. മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ ഈസ് ദ റേഷ്യോ ഓഫ് മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് ടു ടോട്ടൽ സെയിൽ. മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽ എന്നുള്ളതാണ് എന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ എന്ന് പറയുന്നത്. എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് വരുന്നത്? മാർജിൻ ഓഫ് സേഫ്റ്റി സെയിലും ടോട്ടൽ സെയിലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ എന്ന് പറയുന്നത്. മാർജിൻ ഓഫ് സേഫ്റ്റി സെയിൽസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ സെയിൽസ് ആയിരിക്കും ഏതെന്ന് പറയുന്നത് മാർജിൻ ഓഫ് സേഫ്റ്റി റേഷ്യോ എന്ന് പറയുന്നത്. മക്കളെ ഇനി അടുത്തതാണ് ബ്രേക്ക് ഇവൻ ചാർട്ട്. എന്താണ് ബ്രേക്ക് ഇവൻ ചാർട്ട്? നമുക്കറിയാം ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ് ആണ്. ഇതിനെ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറയുന്നത്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ദ ബ്രേക്ക് ഇവൻ ചാർട്ട് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ബ്രേക്ക് ഇവൻ പോയിന്റ്. ബ്രേക്ക് ഇവൻ പോയിന്റിന്റെ ഗ്രാഫിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷനെയാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇറ്റ് പാർട്ടീഷൻ എന്താണ് ഈ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുകയാണ്. എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ്? ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. ഒരു പിക്ചോറിക്കൽ ആയിട്ടുള്ള ഒരു വ്യൂ നമുക്ക് തരികയാണ്. എന്തൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ്? കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ്. കോസ്റ്റും വോളിയവും പ്രോഫിറ്റും തമ്മിലുള്ള പിക്ചോറിക്കൽ ആയിട്ടുള്ള അതായത് ഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുകയാണ് ഇതിലൂടെ ബ്രേക്ക് ഇവൻ ചാർട്ടിലൂടെ. ദ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻഡിക്കേറ്റ്സ്. ഈ ബ്രേക്ക് ഇവൻ പോയിന്റ് ഈ ഒരു ബ്രേക്ക് ഇവൻ ചാർട്ടിൽ എങ്ങനെയാണ് കാണിക്കുന്നത്? ദ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻഡിക്കേറ്റ്സ് ദ ചാർട്ട് വിൽ ബി വൺ ഓഫ് വിച്ച് ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ ആൻഡ് ടോട്ടൽ സെയിൽസ് ലൈൻ ഇന്റർസെക്ട്. ടോട്ടൽ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും കൂടി ഇന്റർസെക്ട് ചെയ്യുകയാണ്, കൂട്ടിമുട്ടുന്ന ആ ഒരു പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ബ്രേക്ക് ഇവൻ ചാർട്ടിൽ ടോട്ടൽ സെയിൽസ് ലൈനെ അല്ലെ ടോട്ടൽ കോസ്റ്റ് ലൈനെ ടോട്ടൽ സെയിൽസ് ലൈൻ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിന്റിനെയാണ് എന്തെന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് എയ്ഡ് ഓഫ് ദി പ്രോഫിറ്റ് പ്ലാനിങ്. പ്രോഫിറ്റ് പ്ലാനിങ്ങിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എയ്ഡ് തന്നെയാണ് എന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറയുന്നത്. മക്കളെ ക്ലിയർ ആണല്ലോ? ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ക്ലിയർ ആണല്ലോ? അതായത് പ്രോഫിറ്റ് പ്ലാനിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു എയ്ഡ് ആണ് എന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറയുന്നത്. ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ബ്രേക്ക് ഇവൻ പോയിന്റിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറയുന്നത്. ബ്രേക്ക് ഇവൻ ചാർട്ട് എന്ന് പറഞ്ഞ ഒരു പിക്ചോറിക്കൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുകയാണ് ഏതൊക്കെ തമ്മിലുള്ള കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ് തമ്മിലുള്ള. ഇവിടെ എങ്ങനെയാണ് ടോട്ടൽ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ ആണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി, ഇതാണ് ഒരു ബ്രേക്ക് ഇവൻ ചാർട്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അല്ലേ? ഇവിടെ എന്താണ് ഈ ഒരു പോയിന്റിൽ ഇത് കണ്ടോ, ടോട്ടൽ റവന്യൂ തന്നിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട് അല്ലേ? ഇത് തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആണ് എന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആകുന്നുണ്ടല്ലോ? ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നോക്കുക, ഫിക്സഡ് കോസ്റ്റ് ആണ് ഇത് തന്നേക്കുന്നത്. എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ആണ് ഇത് തന്നേക്കുന്നത്. ഫിക്സഡ് കോസ്റ്റിൽ നിന്നാണ് നമ്മളുടെ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ടോട്ടൽ കോസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളുടെ ടോട്ടൽ കോസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? ഫിക്സഡ് കോസ്റ്റിൽ നിന്നാണ് ടോട്ടൽ കോസ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോട്ടൽ റവന്യൂ അഥവാ ടോട്ടൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാണ്? സീറോയിൽ നിന്നാണ് ടോട്ടൽ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടോട്ടൽ സെയിലും ടോട്ടൽ കോസ്റ്റും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. മനസ്സിലായ മക്കളെ? ആ ഒരു പോയിന്റ് ആണ് ബ്രേക്ക് ഇവൻ പോയിന്റ് എന്ന് പറയുന്നത്. അത് താഴോട്ട് പോയിന്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടും എത്രയാണെന്നുള്ളത്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ബ്രേക്ക് ഇവൻ ചാർട്ട് മനസ്സിലാക്കി വെച്ചോണം കേട്ടോ.
ഇനി അടുത്തത് നമുക്ക് നോക്കാം ആംഗിൾ ഓഫ് ഇൻസിഡൻറ്റ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് വളരെ എളുപ്പമാണ്. ഇവിടെ നോക്കിയേ, ഈ ടോട്ടൽ കോസ്റ്റ് ലൈനും ടോട്ടൽ റവന്യൂവും തമ്മിൽ ഇന്റർസെക്ട് ചെയ്തല്ലോ. ടോട്ടൽ കോസ്റ്റും ടോട്ടൽ സെയിലും തമ്മിൽ ഇന്റർസെക്ട് ചെയ്തപ്പോൾ ഇവിടെ ഒരു ഇത് കണ്ടോ, ഈ ഒരു കോൺ കണ്ടോ, ഈ ഒരു ആംഗിൾ കണ്ടോ, ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. എന്താണ് മക്കളെ, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ഓർത്ത് വെക്കുക, ദ ആംഗിൾ ഓഫ് ഇൻസിഡന്റ് അക്കോർഡിംഗ് ഒക്വേഴ്സ് വെൻ ദ entire sales line crosses the cost line from the below the break even chart. break even ചാർട്ടിൽ എന്താണ്, കോസ്റ്റ് ലൈന് എന്തിനാണ്, സെയിൽസ് ലൈനെ ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ് ഏതെന്ന് പറയുന്നത്, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് എന്ന് പറയുന്നത്. ദ ആംഗിൾ ദാറ്റ് ഗെറ്റ് ക്രിയേറ്റഡ് ഡ്യൂ ടു ദ സെയിൽസ് ആൻഡ് കോസ്റ്റ് ലൈൻ. സെയിൽസും കോസ്റ്റ് ലൈനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് തൊട്ടാണ് ഈ ഒരു ആംഗിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ആംഗിൾ സ്റ്റാർട്ട് ഫോമിംഗ് ദ ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻഡിക്കേറ്റിംഗ് ഹൗ ദ എഫിഷ്യൻസി ആൻഡ് കമ്പനീസ് മേക്കിംഗ് പ്രോഫിറ്റ്. ഈ ഒരു എന്താണ് ആംഗിൾ എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എത്രത്തോളം ആ ഒരു കമ്പനി എഫിഷ്യന്റ് ആണ്, ആ കമ്പനിക്ക് എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും എന്നതൊക്കെയാണ് ഈ ഒരു ആംഗിൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ആംഗിൾ വലുതാണെങ്കിൽ ആ കമ്പനി, വലിയ ആംഗിൾ ആണ് അവിടെ ഉണ്ടാകുന്നതെങ്കിൽ ആ കമ്പനി എന്താണ്, മോർ പ്രോഫിറ്റബിൾ ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കുറഞ്ഞു വരുന്ന അനുസരിച്ച് എന്താണ്, ആ കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി എങ്ങനെയായിരിക്കും, കുറവായിരിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദ ടോട്ടൽ സെയിൽസ് ലൈൻ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ലൈൻ. നമ്മൾ പറഞ്ഞു ടോട്ടൽ സെയിൽസ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് തൊട്ടാണ്, ആ ബ്രേക്ക് ഇവൻ പോയിന്റ് തൊട്ടാണ് ഈ ഒരു ആംഗിൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ഏൺഡ് ബൈ ദ ബിസിനസ് ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ഈ ഒരു ആംഗിൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ദ ലാർജ് ആംഗിൾ ആണെങ്കിൽ, ആംഗിൾ ഓഫ് ഇൻസിഡന്റ് ലാർജ് ആണെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഹൈ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആണ് ഇത് കാണിക്കുന്നത്. ഇനി നാരോ ആംഗിൾ ആണെങ്കിൽ റിലേറ്റീവ്ലി ലോ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആണ് കാണിക്കുന്നത്. മക്കൾ ഇതൊക്കെ പഠിച്ചു വെച്ചോണം കേട്ടോ. ഇതൊക്കെ നമുക്ക് എങ്ങനെ വരും, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരും. അന്നേരം കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്ത് എടുക്കണം കേട്ടോ.